Hi everyone, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന വിവോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള വിവോ V20 ആണ്. ഡിലൈറ്റ് എവരി മൊമെന്റ് എന്ന് പറയുന്ന ഒരു ടാഗ് ലൈനോടെയാണ് വിവോ ഈ V20 അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും തന്നെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ് ഈ V20 എന്നുള്ളത്. അപ്പോൾ വിവോയുടെ ഈ V20 എന്ന് പറയുന്ന ഈ സ്മാർട്ട് ഫോൺ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇതിൻ്റെ ബോക്സിനകത്ത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ കവർ കാണുമ്പോൾ തന്നെ വളരെ സ്മാർട്ടാണ്. കാണുന്ന പോലെ തന്നെ വിവോയുടെ ഒരു ബ്രാൻഡിങ് മേളിലുണ്ട്. അതുപോലെ തന്നെ V20 എന്നുള്ളൊരു നെയിം കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു ബ്ലൂ ആൻഡ് ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലുള്ള ഒരു ഗ്ലോസി ഫിനിഷിലുള്ളൊരു കവറാണ്. അതുപോലെ തന്നെ സൈഡിലും അതുപോലെ തന്നെ അതിൻ്റെ ബ്രാൻഡിങ് ഉണ്ട്. മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായിട്ട് ഉണ്ടാക്കിയേക്കുന്നതാണ്. അതുപോലെ തന്നെ ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് ഈ ഫോണ്. കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ക്യാമറയുടെ സ്പെസിഫിക്കേഷനാണ് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്ന പോലെ ക്യാമറയെ അടിസ്ഥാനമായിട്ടുള്ള ഒരു ഫോണായതുകൊണ്ട് ക്യാമറയുടെ സ്പെസിഫിക്കേഷൻ അതുപോലെ തന്നെ അതിൻ്റെ മറ്റ് ഡീറ്റെയിലുകളാണ് ബാക്കി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് അൺബോക്സ് ചെയ്യാം. നമ്മൾ കവർ അങ്ങനെ ഓപ്പൺ ചെയ്യുന്നു. യെസ്, കവർ ഓപ്പൺ ചെയ്ത് മാറിയിരിക്കട്ടെ. അതിനുശേഷം ഇതിൻ്റെ മേളിലായിട്ട് ഒരു ചെറിയൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ ഉള്ളിൽ നോക്കാം. ഇതിലും V20യുടെ ഒരു ബ്രാൻഡിങ് ഒക്കെ ഉണ്ട്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നത് ഒരു സിം ഇജക്ഷൻ പിന്നുണ്ട്, പിന്നെ ഒരു മാനുവലുണ്ട്. അതിനുശേഷം ഈ V20ക്ക് ചേരുന്ന ഒരു കവറാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു പ്ലാസ്റ്റിക് ടൈപ്പ് മെറ്റീരിയലാണ് എങ്കിലും അത്യാവശ്യം ക്വാളിറ്റിയോടെ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. സൈഡിലൊരു വിവോയുടെ ഒരു ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ സ്മാർട്ട് ഫോൺ ഇതാണ്. ഇവനെ നമുക്ക് ഏറ്റവും അവസാനം നിങ്ങളെ കാണിക്കാം. ബാക്കി നമ്മുടെ ബോക്സിൻ്റെ അകത്തുള്ളത് ഒരു ഫാസ്റ്റ് ചാർജറുണ്ട്. ഇത് വിവോയുടെ ഫ്ലാഷ് ചാർജ് 2.0 എന്നാണ് ഇതിൽ എഴുതിയേക്കുന്നത്. 33 വാട്ട്സ് ആണ് ഇതിൻ്റെ പവർ റേറ്റിംഗ് വരുന്നത്. ഒരു ഫാസ്റ്റ് ചാർജറാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നീടുള്ളത് ഒരു USB-C ടൈപ്പ് കേബിളും ഉണ്ട്. ഒരു ഹെഡ്ഫോണും ഉണ്ട്. അത്യാവശ്യം ക്വാളിറ്റിയുള്ളൊരു പ്രീമിയം ഹെഡ്ഫോൺ തന്നെയാണ് വിവോ ഈ ഫോണിൻ്റെ കൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കപ്പോൾ ഈ ബോക്സ് നമുക്ക് തൽക്കാലത്തേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ഫോണിലേക്ക് വരാം, വിവോ V20. അപ്പോൾ നമുക്ക് ഇതിനെ കവറിൽ നിന്ന് ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. സോ ഫൈനലി ഇതാണ് വിവോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള വിവോ V20. നമുക്കിനി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇവനെ ഒന്ന് പരിചയപ്പെടാം. ഡിസ്പ്ലേ ഓൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന 6.44 ഇഞ്ച് AMOLED ഡിസ്പ്ലേ ആണ് വിവോ ഈ സ്മാർട്ട് ഫോണിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. സൈഡിലേക്ക് വരുമ്പോൾ സൈഡിൽ വോളിയം ബട്ടണും അതുപോലെ തന്നെ പവർ ബട്ടണുമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു ബ്ലാക്കും സിൽവറോട് കൂടിയ ഒരു ഫിനിഷിങ്ങിലാണ് വിവോ ഈ സ്മാർട്ട് ഫോണിനെ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു മാറ്റ് ഫിനിഷാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫിംഗർ പ്രിൻ്റ് കാര്യങ്ങളൊന്നും വരാത്ത രീതിയിലാണ് ഈ ഒരു ഫിനിഷ് വിവോ ഈ സ്മാർട്ട് ഫോണിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. വിവോ 3 ക്യാമറകളാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. മെയിൻ ക്യാമറ 64 മെഗാ പിക്സലാണ്. അതിൻ്റെ അപ്പർച്ചർ 1.9 ആണ്. അതുപോലെ രണ്ടാമത്തെ ക്യാമറ 8 മെഗാ പിക്സലാണ്. അത് f2.2 ആണ്. രണ്ടാമത്തെ ക്യാമറ അൾട്രാ വൈഡ് ഫോട്ടോകളും വീഡിയോകളും എടുക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. മൂന്നാമത്തെ ഒരു ക്യാമറ 2 മെഗാ പിക്സലാണ്. അത് അപ്പർച്ചർ 2.4 ആണ്. ഇതിൻ്റെ മൂന്നാമത്തെ ക്യാമറയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് മുമ്പ് നമ്മൾ അൾട്രാ വൈഡ് ക്യാമറ അല്ലാത്ത നോർമൽ ക്യാമറകൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഒപ്റ്റിക്കൽ സൂം കിട്ടുന്ന ക്യാമറകളെല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു മൂന്നാമതിൽ ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഈ ഒരു ക്യാമറയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഇപ്പോൾ ഞാൻ ഈ ഒരു ഒബ്ജക്റ്റ് ഷൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അടുത്തേക്ക് അടുപ്പിക്കും തോറും നമുക്ക് ഔട്ട് ഓഫ് ഫോക്കസ് ആയി പോകാറാണ് മറ്റുള്ള എല്ലാ ക്യാമറകളിലും മിക്കവാറും നമ്മൾ കാണുന്നത്. പക്ഷേ ഇതിൽ ഷൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര അടുത്തുള്ള ഒരു ഒബ്ജക്റ്റ് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ പോലും അതിൻ്റെ ഫോക്കസ് വളരെ കൃത്യമായിട്ട് നമുക്ക് ഏറ്റവും ഒരു മൈക്രോ ലെൻസിനോട് ഷൂട്ട് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഇമേജ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനായിട്ടുള്ള Funtouch 11 എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് V20യിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ചിപ്സെറ്റിലേക്ക് വരുമ്പോൾ Qualcomm SM7125 Snapdragon 720G എന്ന് പറയുന്ന ഒരു പ്രോസസ്സറാണ് V20യിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. എൻ്റെയിൽ കിട്ടിയിരിക്കുന്ന ഈ മോഡൽ 120 GB ആണ് ഇൻറ്റേർണൽ മെമ്മറി. അതുപോലെ തന്നെ 8 GB ആണ് ഇതിൻ്റെ റാം വരുന്നത്. നമുക്ക് മെമ്മറി കാർഡ് ആഡ് ചെയ്യാനും അതുപോലെ തന്നെ 2 സിം കാർഡ് യൂസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വിവോ ഈ സ്മാർട്ട് ഫോണിൽ കൊടുത്തിരിക്കുന്നത്. വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു വിവോ ഈ സ്മാർട്ട് ഫോൺ അവതരിപ്പിച്ചിരിക്കുന്ന വീഡിയോയ്ക്കും ഫോട്ടോയ്ക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണെന്ന്. അതിനാൽ തന്നെ ഇതിൻ്റെ മുൻവശത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏറ്റവും സെൻട്രലായിട്ട് ടോപ്പിൽ
44 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയാണ് വിവോ ഈ സ്മാർട്ട് ഫോണിൽ കൊടുത്തിരിക്കുന്നത്. f2.2 ആണ് അതിൻ്റെ അപ്പർച്ചർ വരുന്നത്. അതുപോലെ തന്നെ ഐ ഓട്ടോ ഫോക്കസ് ടെക്നോളജി ആദ്യമായിട്ടൊരു സ്മാർട്ട് ഫോണിൽ വിവോ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഈ ഐ ഓട്ടോ ഫോക്കസ് ടെക്നോളജിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ എൻ്റെ മുമ്പിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സോണിയുടെ ഒരു ക്യാമറയാണ്. അങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രൊഫഷണൽ ക്യാമറകളിൽ അവതരിപ്പിക്കുന്ന ഒരു ടെക്നോളജിയാണ് ഐ ഓട്ടോ ഫോക്കസ്. നമുക്ക് ഏറ്റവും പെട്ടെന്ന രീതിയിൽ തന്നെ നമ്മൾ ഒന്ന് ഫോൺ മാറ്റുന്നു, അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഓരോ ഒബ്ജക്റ്റിൽ നിന്ന് മാറി നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴത്തേനും നമ്മുടെ കണ്ണിലെ കൃഷ്ണമണിയെയാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് അതിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ അതിനാൽ തന്നെ വളരെ ഫാസ്റ്റ് മൂവിങ്ങിൽ പോലും നമ്മളിൽ നിന്നുള്ള ഫോക്കസ് പോകാതെ ഫോട്ടോ എടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ടെക്നോളജി കൊണ്ട് വിവോ ഈ സ്മാർട്ട് ഫോണിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സെക്യൂരിറ്റിയിലേക്ക് വരുമ്പോൾ ഫിംഗർ പ്രിൻറ്റ് സ്കാനറും അതുപോലെ തന്നെ നമുക്ക് ഫേസ് റെക്കഗ്നിഷനുമാണ് ഈ സ്മാർട്ട് ഫോണിൽ വിവോ കൊടുത്തിരിക്കുന്നത്. 4000 mAh ആണ് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് വരുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ 6 ഇഞ്ചിന് മുകളിലുള്ള ഈ ഫോണിൽ അത്രയും ബാറ്ററി ബാക്കപ്പ് മതിയാവുമോ എന്ന്. പക്ഷേ ഞാൻ ഹോണസ്റ്റ്ലി പറയുന്നു, ഞാൻ ഈ ഫോൺ കുറേ നേരമായിട്ട് ഇതിൻ്റെ എസ്പെഷ്യലി ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ക്യാമറയുടെ ഫംഗ്ഷൻസ് എല്ലാം ഞാൻ നോക്കിയപ്പോൾ, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലെല്ലാം കുറച്ച് നേരം ഉപയോഗിച്ചപ്പോൾ എപ്പോഴും ഒരു 40% ഇതുവരെ ബാറ്ററി തീർന്നിട്ടുള്ളൂ. അപ്പോഴും 60% ബാറ്ററി ബാക്കപ്പ് എപ്പോഴും മിച്ചമുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് വളരെ സ്മാർട്ടാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ V20 അവതരിപ്പിച്ചപ്പോൾ വിവോ പറയുന്ന ഏറ്റവും സ്ലിം ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നതെന്നാണ്. അപ്പോൾ എൻ്റെ ഒരു ഇലക്ട്രോണിക് മെഷർമെൻറ്റ് ടൈപ്പ് ഉണ്ട്. ഇതുകൊണ്ട് നമുക്ക് കമ്പനി അവകാശപ്പെടുന്ന പോലെ തന്നെ ഇത് വളരെ സ്ലിം ആണോ നമുക്ക് തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് പരിശോധിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇപ്പോൾ മെഷർമെൻറ്റ് നോക്കിയാൽ ഇതിൽ 00 ആണ് കിടക്കുന്നത്. നമ്മളത് ബാക്കിലേക്ക് പതുക്കെ കൊണ്ടുവരുന്നു. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മെഷർമെൻറ്റ് നോക്കാം. ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് 7.51 ആണ് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, 7.49. എനിവേ 7.50 മില്ലിമീറ്റർ അതാണ് ഇതിൻ്റെ തിക്നെസ് നമുക്ക് ഈ ഒരു ടേപ്പിൽ കാണാൻ സാധിക്കുന്നത്. സോ ഫൈനലി ഇതിൻ്റെ ഓവറോൾ ഡീറ്റെയിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയേണ്ടത് ഇതിൻ്റെ ക്യാമറകളെ പറ്റിയാണ്. ഫ്രണ്ട് ക്യാമറയും അതുപോലെ തന്നെ ബാക്കിലെ ക്യാമറകളും നമുക്ക് ഏറ്റവും പുതിയ തരത്തിലുള്ള എക്സ്പീരിയൻസ് തരുന്നതാണോ, അതുപോലെ തന്നെ കമ്പനി അവകാശപ്പെടുന്ന പോലെ തന്നെ ഏറ്റവും നല്ല ഒരു ക്യാമറ ക്വാളിറ്റി, ഒരു വീഡിയോ ക്വാളിറ്റി നമുക്ക് കാണാൻ സാധിക്കും, അതുപോലെ തന്നെ ഐ ഓട്ടോ ഫോക്കസിങ് എത്രത്തോളം ഗുണകരമാണ് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസുമാണ് നമ്മളിനി മനസ്സിലാക്കാൻ പോകുന്നത്. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഫുൾ HD നോർമൽ ഇതിൻ്റെ ലെൻസ് വെച്ചാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഫുൾ HD 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫുൾ HD ക്യാമറയുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൂപ്പർ വൈഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അതിൻ്റെ അകത്ത് നമുക്ക് കുറച്ചുകൂടെ വ്യൂ പോയിൻ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു ഇമേജാണ്. അത്യാവശ്യം നല്ല സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഫുൾ HDയിലാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറ. വളരെ നല്ലൊരു ക്വാളിറ്റി ആണ് ഈ ക്യാമറ നമുക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ കണ്ട രണ്ട് വിഷ്വൽ എന്ന് പറയുന്നത് ഇതിൻ്റെ മെയിൻ ക്യാമറ 64 മെഗാ പിക്സലും അതുപോലെ തന്നെ 8 മെഗാ പിക്സലും എടുത്ത ഒരു വിഷ്വലായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫോട്ടോ എടുക്കുമ്പോഴുള്ള ഓരോ ഫീച്ചറുകളാണ്. ഇപ്പോൾ ഫോട്ടോ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ മുകളിൽ ലെൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ സൂപ്പർ വൈഡ് ആംഗിൾ, ബോക്കെ, സൂപ്പർ മാക്രോ, നമുക്ക് ഈ ഓപ്ഷനുകളെല്ലാം ഒന്ന് പരിശോധിക്കാം. ഇപ്പോൾ സൂപ്പർ വൈഡ് ആംഗിൾ എടുക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കുന്നതിനായിട്ട് നല്ല ഒരു ക്ലിയർ ഇമേജാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് വീണ്ടും അടുത്തൊരു എഫക്റ്റിലേക്ക് പോകണം, ബോക്കെ എഫക്റ്റ്. ബോക്കെ എഫക്റ്റ് നമ്മൾ പ്രീമിയം ക്വാളിറ്റി ക്യാമറകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള പ്രൊഫഷണൽ ക്യാമറകളിലൊക്കെ കാണുന്ന ഒരു ഫീച്ചറാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇപ്പം ഇത് എൻ്റെ വിരൽ ഇപ്പം ആക്ച്വലി ബ്ലറാണ്. എൻ്റെ വിരലിലേക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഈ ഒരു വിരൽ ബ്ലറായിട്ടിരിക്കുകയാണ്. നേരെ മറിച്ച് ഈ ഒരു ചെടിയിലേക്ക് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഗ്രീനിഷ് ആയിട്ട് തന്നെ നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ഇമേജ് കാണാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ബോക്കെ എഫക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് സൂപ്പർ മാക്രോ. വിവോ V20 അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ ഒരു ടെക്നോളജിയാണ് ഈ സൂപ്പർ മാക്രോ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാനിത് ഏറ്റവും അടുപ്പിച്ച് ഈ ചെടിയിലേക്ക് വളരെ ഫോക്കസ് ചെയ്തേക്കുവാണ്. ഇതിൻ്റെ ഡെപ്ത് ഡീറ്റെയിൽ, അതായത് ഇതിൻ്റെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽ നമുക്കിതിൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നേരെ മറിച്ച് ഇപ്പോൾ നമ്മൾ പല സ്മാർട്ട് ഫോണുകളും ഞാൻ എൻ്റെ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം. ഇപ്പോൾ ഞാനിത് എൻ്റെ കൈ ഏറ്റവും അടുത്ത് വെച്ചേക്കുവാണ്. എൻ്റെ ഈ കയ്യിലെ ഓരോ എൻ്റെ വിരലടയാളങ്ങൾ വരെ വളരെ കൃത്യമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നേരെ മറിച്ച് മറ്റ് സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ
ഇത്തരത്തിലുള്ളൊരു ക്ലിയർ ഡീറ്റെയിൽ നമുക്ക് കിട്ടില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലേക്കുള്ള ഫോക്കസ് നമുക്ക് ഔട്ട് ഓഫ് ഫോക്കസ് ആയി പോകും, അത് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടാതെ വരും. അതിനായിട്ടാണ് ഇത്രയും ഒരു നല്ലൊരു ടെക്നോളജി ആദ്യമായിട്ട് വിവോ ഒരു സ്മാർട്ട് ഫോണിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ എൻ്റെ പേഴ്സണൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആപ്പിൾ ഐഫോണിൻ്റെ 11 Pro ആണ്. അതിലുള്ള ക്യാമറ വെച്ച് നോക്കുമ്പോൾ പോലും ഫാർ ബെറ്റർ എന്ന് പറയാം. അത്രയും നല്ല ക്ലിയർ ഇമേജാണ് ഈ ഒരു ക്യാമറ തരുന്നത്. ആക്ച്വലി 2 MP ആണെങ്കിൽ പോലും അതിൻ്റെ ക്വാളിറ്റി നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു ക്വാളിറ്റിയാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബാക്കിലെ 3 ക്യാമറകളും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പരിശോധിച്ച് ഫോട്ടോ എടുക്കുമ്പോഴും വീഡിയോ എടുക്കുമ്പോഴുള്ള ക്വാളിറ്റികളൊക്കെ നിങ്ങളെ ഇപ്പോൾ കാണിച്ച് ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും പറയാൻ സാധിക്കും വളരെ നല്ലൊരു ടെക്നോളജി. നമ്മൾ വൈഡ് ആംഗിൾ ക്യാമറകളൊക്കെ നമ്മൾ മുൻപ് പല ക്യാമറകളും കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആപ്പിളിൻ്റെ ഐഫോൺ 11 Pro വൈഡ് ആംഗിൾ ക്യാമറ അവതരിപ്പിച്ചൊരു വലിയൊരു റെവല്യൂഷൻ തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഈ മാക്രോ എന്ന് പറയുന്ന ഒരു സംഭവം ആ ഫോണിൽ കൊണ്ടുവന്നപ്പോഴാണ് ഇതുപോലുള്ളൊരു ഒബ്ജക്റ്റ് ഷൂട്ട് ചെയ്യുമ്പോഴുള്ള ക്രിസ്റ്റൽ ക്ലിയർ ഇമേജാണ് നമുക്ക് തരാൻ സാധിക്കുന്നത്. അവർ കമ്പനി അവരുടെ പരസ്യങ്ങളിൽ അവകാശപ്പെട്ട പോലെ തന്നെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ഇമേജാണ്, പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഐഫോൺ 11 Pro വെച്ച് തന്നെ ഞാൻ ഇതായിട്ട് കമ്പയർ ചെയ്ത് ഞാൻ നോക്കി. അപ്പോൾ കാണാൻ സാധിക്കുന്ന ഇതിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഐഫോൺ 11 Pro വെച്ച് ഞാൻ ഷൂട്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇതിൻ്റെ അടുത്തേക്ക് ഇത് ചെല്ലുമ്പോഴത്തേന് ഇതിൽ നിന്ന് ഔട്ട് ഓഫ് ഫോക്കസ് ആയി പോകുക. നിങ്ങളാണെങ്കിലും ഇനിയാണെങ്കിലും പരിശോധിച്ച് നോക്കുക. ഞാൻ ഈ പറഞ്ഞ വിശ്വാസം വരാത്തവർ ഇനിയാണെങ്കിൽ നിങ്ങളുടെ ഫോൺ ഈ V20 എന്ന് പറയുന്ന ഒരു മോഡലും കൈ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ പരിശോധിച്ച് നോക്കുക. ഇതിൻ്റെ ഈ മാക്രോ ലെൻസ് വെച്ച് എടുക്കുന്ന ഫോട്ടോയുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ളൊരു ക്വാളിറ്റിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്തായിട്ട് പരിശോധിക്കാൻ പോകുന്ന 44 MP f2.2 എന്ന് പറയുന്ന അപ്പർച്ചറിലുള്ള ഫ്രണ്ട് സെൽഫി ക്യാമറ എത്രമാത്രം നമുക്ക് ക്വാളിറ്റി ഉള്ളതാണെന്ന് പരിശോധിക്കാം. അത് നമുക്ക് സെൽഫി ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ തന്നെ വ്ളോഗേഴ്സിനൊക്കെ എത്രമാത്രം ഉപകാരപ്പെടുന്ന ഒരു ക്യാമറയാണെന്ന് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയുടെ ഫീച്ചേഴ്സ് കാണിച്ചു തരുന്നതിനായിട്ട് ഞാൻ ഇതിൻ്റെ സ്ക്രീൻ റെക്കോർഡിംഗ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ കാണിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ക്യാമറയിലേക്ക് വരുമ്പോൾ വളരെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഇമേജാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലെ കോർണറിൽ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കണ്ടില്ലേ, നമുക്ക് ഇപ്പോൾ എൻ്റെ ബാക്ക് സൈഡിലെ എൻ്റെ ഫ്രണ്ടിലെ അതിൻ്റെ ക്യാമറയുടെ ലൈറ്റ്, അതുപോലെ തന്നെ ഈ സ്ക്രീനിൽ തന്നെ സെൽഫിയിൽ എന്നെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ താഴെ കാണുന്ന ചെറിയ സ്ക്രീനിൽ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ മറിച്ച് ഇത് എൻ്റെ ബാക്കിലെ ക്യാമറ, അതുപോലെ ലൈറ്റിങ്ങുകൾ, അതുപോലെ തന്നെ എൻ്റെ മൈക്ക് കാര്യങ്ങളെല്ലാം കാണാം. അതുപോലെ തന്നെ താഴത്തെ സ്ക്രീനിൽ എന്നെ കാണിക്കാം. ഇപ്പോൾ ഈ ഒരു സ്ക്രീനിൻ്റെ ഏറ്റവും വലിയൊരു ഉപകാരമെന്ന് എനിക്ക് തോന്നുന്നത്, നമ്മളൊരു സെൽഫി വീഡിയോ കാര്യങ്ങൾ എടുക്കുമ്പോൾ നമ്മളെല്ലാം ഒരു ട്രാവൽ വ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബാക്കിലുള്ള ഒരു ഒബ്ജക്റ്റിനെ കാണിക്കണമെന്ന് നമുക്ക് പെട്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരേ സമയത്ത് തന്നെ ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ഉപയോഗിക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത. വീണ്ടും നമ്മൾക്ക് ഈ ക്യാമറയിൽ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. അത് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഫേസ് ബ്യൂട്ടി എന്ന് പറയുന്ന പല ആപ്ലിക്കേഷൻസ് ഇതിൻ്റെ അത് ലോഡായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് എടുക്കുമ്പോൾ അതിൻ്റെ അത് തന്നെ നമുക്ക് ഉദാഹരണത്തിന് ഇപ്പോൾ ബഫിംഗ് ഉണ്ട്, സ്കിൻ ടോൺ ഞാനൊന്ന് പ്രസ് ചെയ്തു. ഇത് ഇപ്പോൾ സ്കിൻ ടോൺ എൻ്റെ നേരെ കുറച്ചു, ഇത് നേരെ കൂട്ടുമ്പോൾ കാണാൻ സാധിക്കുന്നത് കണ്ടോ, എൻ്റെ സ്കിൻ ടോണൊക്കെ കളർ ചേഞ്ചൊക്കെ വന്നു. അതുപോലെ തന്നെ വൈറ്റ്നിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് വൈറ്റ്നിങ് ഓഫ് ചെയ്തപ്പോൾ ഇതാണ് സംഭവിച്ചത്. അത് കഴിഞ്ഞ് വൈറ്റ്നിങ് വന്നപ്പോഴത്തേന് എൻ്റെ ആ മുഖത്തെ പാടുകളൊക്കെ കുറഞ്ഞ് ഇച്ചൂടെ ഞാൻ നല്ല വെളുത്ത് സുന്ദരക്കുട്ടപ്പനായി തോന്നുന്നുണ്ടോ? ഓക്കെ, എനിവേ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് പലതരത്തിലുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. തിന്നറാക്കാനുള്ളത്, നമ്മുടെ ഫേസ് തിന്നാക്കാനുള്ളത്. ഇത് കണ്ടോ, എൻ്റെ മുഖത്ത് ചേഞ്ച് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്നു വേണ്ട ഇത്തരത്തിലുള്ള പല ഫീച്ചറുകളാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ കൊണ്ട് അപ്പം നമുക്ക് ഒരു ട്രാവൽ വ്ലോഗ് ചെയ്യാനാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങളൊരു ടിക്ടോക്ക് ചെയ്യാനാണെങ്കിലും, ഇപ്പോൾ ടിക്ടോക്ക് ഇന്ത്യയിൽ നിരോധിച്ചു. എനിവേ അതുപോലെ മറ്റു തരത്തിലുള്ള നിങ്ങളുടെ എന്ത് സ്കിൽസ് കാണിക്കാനാണെങ്കിലും ഈ ഫ്രണ്ട് ക്യാമറ അല്ലെങ്കിൽ ബാക്ക് ക്യാമറ ഉപയോഗിക്കാം. ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ പലതരത്തിലുള്ള ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മളൊരു വീഡിയോ ഷൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് ക്യാമറ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ അറ്റ് ദ സെയിം ടൈം നമുക്ക് ഫ്രണ്ട് ക്യാമറ ബാക്ക് ക്യാമറ ഉപയോഗിക്കാം. അതെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വളരെ ഏറ്റവും നല്ലൊരു ടെക്നോളജിയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വിവോ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ ഒന്നും പറയാനില്ല, വളരെ ക്വാളിറ്റിയാണ് ഫ്രണ്ട് ക്യാമറ. അതുപോലെ തന്നെ ഈ സ്കിൻ ടോണിൻ്റെ എഫക്റ്റ് അതൊക്കെ നമ്മൾ പിന്നീട് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ ടൈമിൽ നമ്മൾ എഡിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾക്ക് വീഡിയോ എടുക്കുമ്പോൾ തന്നെ അല്ലെ ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ എല്ലാ എഡിറ്റിംഗ് ആപ്ലിക്കേഷനും ഈ ഒരു ക്യാമറയ്ക്ക് തന്നെ ഇൻബിൽട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. അല്ല നമ്മൾ പല ആൾക്കാരും ഫോട്ടോ എടുത്തതിന് ശേഷം വേറെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ അകത്ത് കയറി നമ്മുടെ മുഖത്തെ ചെറിയ പാടുകൾ അല്ലെങ്കിൽ കുറച്ചുകൂടെ കളറൊക്കെ കൂട്ടാറൊക്കെ നമ്മൾ ചെയ്യുന്ന പതിവുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതിനൊക്കെ പറ്റിയ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് സ്മാർട്ട് ഫോണാണ് ഈ ഒരു വിവോയുടെ V20 എന്ന് വേണേൽ പറയാം.
മൂന്ന് കളർ വേരിയൻറ്റുകളാണ് ഈ സ്മാർട്ട് ഫോണിൽ വിവോ അവതരിപ്പിച്ചിരിക്കുന്നത്. സൺസെറ്റ് മെലഡി എന്ന് പറയുന്ന ഒരു കളറുണ്ട്, അതുപോലെ തന്നെ മിഡ് നൈറ്റ് ജാസ് എന്ന് പറയുന്ന ഈ ഒരു കളറുണ്ട്, അതുപോലെ തന്നെ മൂൺലൈറ്റ് സൊണാറ്റ. അങ്ങനെ 3 കളർ വേരിയൻറ്റുകളിലാണ് ഈ V20യിൽ വിവോ അവതരിപ്പിച്ചിരിക്കുന്നത്. എനിവേ എനിക്ക് ഈ ഒരു കളർ വളരെ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ബാക്കി 2 കളറുകൾ എനിക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ സാധിച്ചു. എന്തുകൊണ്ടും വളരെ സ്മാർട്ടായിട്ടുള്ള വളരെ നല്ലൊരു പ്രീമിയം കളർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സിംഗിൾ കളറിൽ നിന്ന് മാറി മറ്റൊരു പ്രീമിയം സെഗ്മെൻറ്റിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൾട്ടി കളർ വരാതെ തന്നെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്ന പോലെ ഒരു സിൽവർ ഒരു ബ്ലാക്ക് ഒരു ഫീലാണ് എനിക്ക് ഇതിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഒത്തിരി കളറുകളൊന്നും കൊടുക്കാതെ വളരെ സ്മാർട്ടായിട്ടാണ് ഈ ഒരു ഫോണിനെ വിവോ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. സോ ഫൈനലി ഓവറോൾ എല്ലാ ഡീറ്റെയിലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇനി ആകാംക്ഷയുടെ കാത്തിരിക്കുന്നതിൻ്റെ ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിലിനെ പറ്റിയായിരിക്കും. ഒരു 25,000-നും ഒരു 28,000-നും ഇടയ്ക്കുള്ള ഒരു പ്രൈസ് റേഞ്ചിലായിരിക്കും ഈ വിവോ ഈ സ്മാർട്ട് ഫോണിനെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ വീഡിയോയെ പറ്റിയും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഏറ്റവും അടുത്തുള്ള ഓക്സിജൻ ഡിജിറ്റൽ ഷോപ്പിൽ ചെല്ലുക. നിങ്ങൾക്ക് അവിടെ എല്ലാ ഈ മോഡലിൻ്റെ ഡെമോസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ പരിശോധിക്കുക, ഇതിനെ എക്സ്പീരിയൻസ് ചെയ്യുക. ഇതിൻ്റെ ഫോട്ടോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും നിങ്ങൾ എടുത്തു നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ മൈക്രോ ലെൻസ് നിങ്ങൾ പരിശോധിക്കണം. എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ചതിന് ശേഷം ധൈര്യമായിട്ടും ഞാൻ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ റെക്കമെൻഡ് ചെയ്യുകയാണ്. നല്ലൊരു റെവല്യൂഷനാണ് ഈ ഒരു ബഡ്ജറ്റിൽ വിവോ കൊണ്ടുവന്നേക്കുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഡിലേറ്റ് എവരി മൊമെൻ്റ് എന്ന് പറയുന്ന ഒരു ഹാഷ്ടാഗോടെയാണ് വിവോ ഈ സ്മാർട്ട് ഫോൺ നമ്മുടെ കൈകളിലേക്ക് തരുന്നത്. നിങ്ങളുടെ ജീവിതവും അതുപോലെ തന്നെ ആനന്ദകരമായി തീരട്ടെ, നമുക്ക് അടിച്ചു പൊളിക്കാൻ സാധിക്കട്ടെ, നിങ്ങളുടെ കൂട്ടുകാരോടൊപ്പവും നിങ്ങളുടെ വീട്ടുകാരോടൊപ്പം ഉള്ള നല്ല നല്ല നിമിഷങ്ങളൊക്കെ ഈ ഫോണിലെടുക്കാൻ സാധിക്കട്ടെ. അത് നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ എല്ലായിടത്തും ഷെയർ ചെയ്യാൻ സാധിക്കട്ടെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ റെക്കമെൻഡ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ഞാൻ ബൈ പറയുന്നു. ഇറ്റ്സ് മീ ടിബി ആൻഡ് ജോയ്. ബൈ.